ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലീസ് അല്ലോസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വിൻഗയുടെ, അതായത് ഹാങ്ങിങ് വിൻഗയുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ കാണിക്കുന്ന 4 വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ പ്ലാന്റ് സൈസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പ്ലാന്റ് അല്ല കേട്ടോ, നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നില്ലേ, ആ ചേച്ചിയുടെ പ്ലാന്റ് ആണേ. അപ്പോൾ 4 വെറൈറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. അധികം പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് പ്ലാന്റ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എല്ലാ കാര്യങ്ങളും അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, ഏത് കൊറിയറാണെന്നോ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്ലാന്റ് സൈസൊക്കെ നോക്കിയിട്ട് തന്നെ പ്ലാന്റ് വാങ്ങാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് അയച്ചു തരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. പിന്നെ പ്ലാന്റ് സൈസിനനുസരിച്ച് ചിലപ്പോൾ റേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. എന്നാലും നോർമലി 80 രൂപയാണ് വരുന്നത്. പിന്നെ സൈസിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ അത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കണ്ടില്ലേ, നല്ല പൂക്കൾ, അതായത് ഒരുപാട് പൂക്കൾ തരുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റാണ്. നമുക്ക് നമ്മുടെ ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റാണ്. പിന്നെ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം കേടൊന്നും വരത്തില്ല കേട്ടോ. ചീച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊന്നും അധികം ഇതിലിങ്ങനെ കണ്ടുവരുന്നില്ല. നല്ല പ്ലാന്റാണ് കേട്ടോ. അപ്പം ഗാർഡനിൽ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റാണ്. കണ്ടോ, ഒരു പ്ലാന്റിൽ തന്നെ എന്തുമാത്രം പൂക്കളാണ് വരുന്നതെന്ന് നോക്കി. അപ്പോൾ ഇത് നമ്മുടെ ഹാങ്ങിങ് വിൻഗയാണ്. നമ്മുടെ ഗ്രൗണ്ട് വിൻഗയും ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. നേരത്തെ എൻ്റെ വീഡിയോസിലൊക്കെ ഗ്രൗണ്ട് വിൻഗയുടെ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു അത്. ഇപ്പോഴും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഇത് വന്നപ്പോൾ, പുതിയ ട്രെൻഡിങ് ആയിട്ട് വന്നപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ ഹാങ്ങിങ് വിൻഗയാണ് നോക്കി നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ കളക്ഷനിലും ഒരു 10 വെറൈറ്റിയോളം ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും ഫ്ലവറായി വന്നിട്ടില്ല, കുറച്ചൊക്കെ ഫ്ലവറായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ വയ്ക്കാൻ അധികം സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക്, അങ്ങനെയുള്ളവർക്കും ഈ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാം. കാരണം നമ്മൾ ഹാങ് ചെയ്താണല്ലോ ഇടുന്നത്. അപ്പോൾ ഒരു പോട്ടിന് താഴെയായിട്ട് അടുത്ത പോട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു റോ ഇങ്ങനെ ഇട്ടതിന് ശേഷം അതിന് താഴെ നമ്മുടെ അടുത്ത പോട്ട് ഇതുപോലെ ഹാങ് ചെയ്തൊക്കെ ഇട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഒത്തിരി പൂക്കളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോസിലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ഒരു നാട്ടിൻപുറമാണല്ലോ, ഇവിടെയൊക്കെ അധികം പേർക്കും ഇങ്ങനെ ഇത് ഹാങ്ങിങ് വിൻഗ ആണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കുന്നത്, ഇത് ഈ പോട്ടിൽ ഇതുപോലെ ഹാങ് ചെയ്തിട്ടാൽ ഇത് താഴോട്ട് ഇങ്ങനെ വരുമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റോഡിൽ പോകുന്നവരൊക്കെ അങ്ങനെ ചോദിക്കും. കാരണം ഇവിടെയുള്ളവരൊക്കെ നമ്മുടെ മറ്റേ ഗ്രൗണ്ട് വിൻഗയാണല്ലോ അധികം കണ്ടിട്ടുള്ളത്. ഈ ഹാങ്ങിങ് വിൻഗ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ വിൻഗ, അതായത് ഗ്രൗണ്ട് വിൻഗ ഈ ഒരു പോട്ടിൽ ഇങ്ങനെ ഇടുമ്പോൾ ഇതുപോലെ ആകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരിക്കലും ആകത്തില്ല. 2 ചെടിയും ഫ്ലവർ ഒരുപോലെ, ലീവ്സ് ഒരുപോലെയൊക്കെ ആണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൗണ്ട് വിൻഗ ആണെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിനൊക്കെ നല്ല കട്ടിയായിരിക്കും. ഇതിൻ്റെ തണ്ടൊക്കെ നല്ല സോഫ്റ്റാണ്. അതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ താഴേക്ക് ചാഞ്ഞ് വരുന്നത്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ് സൈസൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഈ കാണിക്കുന്നതാണ് നമ്പർ കേട്ടോ. അപ്പോൾ വാട്സപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കോൾ ചിലപ്പോൾ എപ്പോഴും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണേ. അപ്പോൾ അധികം പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് പ്ലാന്റ്സൊക്കെ ഉള്ളൂ. ഈ ഇതാണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ വരുന്നത്. അപ്പോൾ സൈസും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.